ഹലോ, ഇന്ന് നമുക്ക് ഒരു പുതിയ വിഭവം നോക്കാം. അത് നിങ്ങൾ പലരും കേട്ടുണ്ടാകാൻ സാധ്യതയില്ല, കേട്ടുള്ളവരുണ്ടായിരിക്കാം. എനിക്കിതൊരു ഫേസ്ബുക്കിൻ്റെ ഒരു കുക്കിംഗ് പേജിൽ നിന്ന് കിട്ടിയതാണ്. ഇതെനിക്ക് പരീക്ഷിക്കണം തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ അതാ ഉണ്ടാക്കി അത് കഴിക്കുമ്പോഴത്തെ ടേസ്റ്റൊക്കെ അത് കാണിക്കുന്നുണ്ടല്ലോ. ഇത്രയും സൂപ്പറാന്നൊക്കെ പറയുന്നതായിട്ട് കഴിയുമ്പം എനിക്കും തോന്നി അതൊന്ന് ഉണ്ടാക്കി നോക്കി ഇത്ര സൂപ്പറാണോ നോക്കണമല്ലോ എന്ന്. അത് സൂപ്പറായി വരുവാണെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞുതരാം, നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. സൂപ്പറാണോ നിങ്ങൾക്ക് ഒന്ന് അറിയാമല്ലോ. അപ്പം അതിനകത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കൊച്ചിക്കോയ എന്നുള്ള സാധനം എവിടുത്തെ വിഭവമാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എറണാകുളത്തുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് യൂട്യൂബിൽ നോക്കിയപ്പം കൊച്ചിക്കോയ എന്ന് പറഞ്ഞ സാധനം കൊടുവള്ളി, താമരശ്ശേരി ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ കൊടുവള്ളിയാണ് കൂടുതലും പറയുന്നത്. കൊടുവള്ളിക്കാരുടെ ഒരു ഡിഷാണെന്നാണ് കണ്ടത്. അത് ഉണ്ടാക്കാൻ വളരെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അതിന് പേരുന്ന ചേരുവകൾ അതൊക്കെ പ്രത്യേകം നോക്കിയാൽ മതി. പിന്നെ കൊച്ചിക്കോയ എന്നുള്ള പേരെങ്ങനെ അതെങ്ങനെ വന്നു, കൊടുവള്ളിക്കാരുടെ സാധനം കൊച്ചിക്കോയ എന്നുള്ള പേരെങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ നോക്കുന്നപ്പോഴാണ് ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടു, കൊച്ചി എന്നുള്ള ആരോ കൊടുവള്ളി പോയിട്ട് അവരുണ്ടാക്കിയ സാധനമാണെന്നും അത് കുഴച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണ് അതിന് ആ കൊയ വന്നുകൊണ്ടാണ് കൊച്ചിക്കോയ ആയതാണ് കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പം നമുക്കിനി ആ കൊച്ചിക്കോയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ നമുക്കറിയണ്ടേ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് വേണ്ട കൊച്ചിക്കോയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് പൂവമ്പഴം, നല്ല പൂവമ്പഴമാണ്. പൂവമ്പഴം ഇല്ലെങ്കിൽ നമുക്ക് രസകദളി അല്ലെങ്കിൽ ഞാലിപ്പൂവൻ, രസകദളി ഞാലിപ്പൂവൻ ഒന്ന് തന്നെയാണ്, അതെടുക്കാം. എങ്കിലും അതിന് ഏറ്റവും നല്ലത് പൂവമ്പഴം എന്നാണ് കേട്ടത്. അതല്ലെങ്കിൽ രസകദളിയെങ്കിലും വേണം. വേറെ ഒരു പഴം ഉണ്ടാക്കിയാലും ശരിയാവത്തില്ലെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനതുകൊണ്ട് പൂവമ്പഴം കൊണ്ട് തന്നെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ആൾ കൂടുതലൊക്കെ ഉള്ളിടത്താണ് ഇത് ഉണ്ടാക്കാൻ നല്ലതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ 1/2 കിലോ പഴത്തിലാണ് ഇതുണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ഈ പഴം എല്ലാം ഒന്ന് പൊളിച്ചെടുക്കും. ഞാൻ എൻ്റെ പഴം എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഞെരടി പൊടിച്ച് സ്മാഷ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് വെള്ളം ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ മിക്കവാറും മത്തൊക്കെയാണ്. മത്തെന്ന് വെച്ചാൽ മോര് കടയുന്നതില്ലേ, അതാണ് തൈര് കടയുന്ന മത്തുണ്ട്, അതോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്മാഷറോ വെച്ച് നല്ലപോലെ സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കണം. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഒരു കാരണവശാലും മിക്സിക്കകത്തിൽ ഇത് അടിച്ചെടുക്കരുത്, അതിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ്. അപ്പം നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. അതിന് ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. നമുക്കിതിനെ ആദ്യം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതുപോലെ അതുകൊണ്ട് ആ പഴം നല്ലപോലെ ഞാൻ സ്മാഷ് ചെയ്ത് അതുകൊണ്ട് ഒട്ടും തരിയില്ലാതെ അതുകൊണ്ട് ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും തരിയില്ലാത്ത. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ട ചെറിയ ഉള്ളി ഞാനത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കാണ്. അതിനകത്തേക്ക് നമുക്കൊരു ഒരു സ്പൂൺ പഞ്ചസാര, ഞാനിവിടെ ചെറിയ സ്പൂണായതുകൊണ്ട് 2 സ്പൂൺ ഇടുന്നുണ്ട്. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. പഞ്ചസാര ഇട്ടിട്ട് ഇനി ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നല്ലപോലെ ഞെരടിയെടുക്കണം. ഈ ചുവന്നുള്ളിയും പഞ്ചസാരയും കൂടെ നല്ലപോലെ ഞെരടിയെടുക്കണം. അതിനകത്ത് നമ്മൾ വെള്ളമൊക്കെ വരത്തക്ക രീതിയിൽ ഞെരടി നല്ല ഇതാക്കി എടുക്കണം. വേണ്ട ഇപ്പം നമ്മൾ ആ ഉള്ളിയെല്ലാം നല്ലപോലെ ഞെരടി, ആ ഉള്ളിയുടെ നീരെല്ലാം വരത്തക്ക രീതിയിൽ നല്ലപോലെ ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ചിരുന്ന പഴത്തിൻ്റെ മിക്സില്ലേ, അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പൂവമ്പഴത്തിന് നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അത് കണക്കാക്കണം മധുരം ചേർക്കാൻ. അതിൻ്റെ മധുരം കൂടെ നോക്കി വേണം ഇതിന് മധുരം ചേർക്കാൻ. ഞാൻ 1 സ്പൂൺ പഞ്ചസാരനകത്ത് ചേർത്തിട്ടുള്ളൂ. ബാക്കി മധുരം ഇനി ചേർക്കാം നമുക്ക്. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇടുന്നത് ഇച്ചിരി ശർക്കര ഇടണം. ഞാൻ പഞ്ചസാര വെള്ളം ഇടാം. ഞാൻ പഞ്ചസാരയല്ല ശർക്കരയാണ് ചേർക്കുന്ന മധുരത്തിന് വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഹെൽത്തി ആകുന്ന ശർക്കര ഇടുമ്പോഴാണ് പഞ്ചസാരയൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർക്കുന്നത്. പഞ്ചസാര വേണമെന്നവർക്ക് അങ്ങനെ ചേർക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. വേറെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഇനി അതെല്ലാം കിട്ടും. അപ്പം മിക്സ് ചെയ്യാം. ശർക്കരയൊക്കെ നമ്മൾ മധുരത്തിന് ചേർക്കണം.
നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ, 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനകത്തേക്ക് തന്നെ 1 കപ്പ് തന്നെ പശുവും പാലുണ്ട്. അത് കാച്ചി ആറിച്ച പാലാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ട ഇഞ്ചിയുടെ നീര്, ഇത് ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ്, ഒന്നും മിക്സിക്കകത്ത് അടിച്ചല്ല എടുക്കുന്നത്, ചതച്ച് പിഴിഞ്ഞ് കുറച്ച് വെള്ളത്തിനകത്തിൽ ഞെരടി ആ എടുത്ത നീരാണ്, അതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ട ഒരു നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം കുറച്ച് ഉപ്പ്, ഒരുപാടാവണ്ട, കുറച്ച് ഉപ്പ്. എളുപ്പം ഉണ്ടാക്കാനൊക്കെ ഒരു സാധനമാണ് ഈ കൊച്ചിക്കോയ. കുഴച്ചുണ്ടാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ആരോ പോയി കൊടുവള്ളി പോയിട്ട് കുഴച്ചുണ്ടാക്കി, അടുത്ത ലാംഗ്വേജ് കുഴച്ച് വന്നുവെന്നാണ് കൊച്ചിക്കോയ എന്ന പേര് വന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിലൊക്കെ പോയി തപ്പി നോക്കിയത് എവിടെ നിന്ന് വന്നെന്നറിയാൻ. അങ്ങനെ കിട്ടിയതായിരിക്കും. ഇനി വേണ്ട നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നാരങ്ങാ നീരുണ്ട്, അതോടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് പറയുന്നത് 1/2 കിലോ പഴത്തുള്ള ചേരുവയാണ്. പഴം കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് ചേരുവയ്ക്ക് വ്യത്യാസം വരുത്തണം. ഇപ്പം അതുകൊണ്ട് നമ്മുടെ കൊച്ചിക്കോയ തേങ്ങാപ്പാൽ ഇച്ചിരി എടുത്തിരിക്കുന്നില്ലേ. ഇപ്പം നമ്മുടെ കൊച്ചിക്കോയ അതാണ്ട് റെഡി ആയിട്ടുണ്ട്. മധുരം നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ചേർക്കാം, വേണമെന്നവർക്ക്. പോകുമ്പോഴത്തേനും മധുരമുള്ള ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല. പാലും ഒക്കെ ഒഴിച്ചുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും മധുരം. കൊടുത്ത ടേസ്റ്റ് വരില്ല, ഇത്ര വലിയ ടേസ്റ്റ് ആണെന്ന് അറിയാമല്ലോ. സംഗതി സൂപ്പർ. ഞാൻ താഴെ പറഞ്ഞിട്ടൊന്ന് ഉള്ളി ഇട്ടാൽ അതിന് വേറെ ടേസ്റ്റാണ്. ഉള്ളി ഇടുന്ന ചിലർക്ക് പിടിക്കത്തില്ലെന്ന്. പക്ഷേ കൊടിവള്ളിക്കാരുടെ റെസിപ്പിക്കകത്ത് ഉള്ളിയുണ്ട്, അവരുടെ ശരിക്കുള്ള സാധനത്തിനകത്ത് ഉള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഉള്ളി ഇട്ടാനുണ്ടാക്കി. ഇച്ചിരി മധുരവും കൂടെ ആവാം. ശർക്കര ഇടാം നമുക്ക്. പഞ്ചസാരയേക്കാൾ ഹെൽത്തി ആവുന്ന ശർക്കരയാണല്ലോ, അതുകൊണ്ട് ശർക്കര തന്നെ ചേർക്കാം നമുക്ക്. അപ്പം നമ്മുടെ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട്. ഇത് തീർന്നില്ല, പരിപാടി കഴിഞ്ഞില്ല. കൊച്ചിക്കോയ കഴിക്കുമ്പോൾ ഇങ്ങനല്ല കഴിക്കുന്നത്, അതിന് വേറൊരു സാധനം കൂടെ വേണം, എങ്കിൽ മാത്രമേ കൊച്ചിക്കോയയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള രുചി വരുള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ അടുത്ത സാധനം നോക്കിയിട്ട് വരാം. ഇപ്പം വേണ്ട ഞാനൊരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് കുറച്ച് നെയ്യ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ആ കൊച്ചിക്കോയയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനം എന്താണെന്ന് പറയണം. വേണ്ട നമ്മുടെ നല്ല അവൽ വേണ്ട, അവൽ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. അത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. നമുക്ക് അവലൊക്കെ അളവില്ല, നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള അവലെന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെയാണ് കൊച്ചിക്കോയ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കിയുള്ള അവലെടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാക്കി നല്ല ക്രിസ്പിയാക്കി എടുക്കാം. ഇപ്പം അതായത് നമ്മുടെ അവലൊക്കെ നല്ലതുണ്ട് പൊടിഞ്ഞു വരുന്ന പരുവത്തിലായിട്ട് വേണ്ട. ഇനി നമുക്കിതിൻ്റെ തീ അങ്ങ് അണച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അവലും റെഡി ആയിട്ടുണ്ട്, കൊച്ചിക്കോയയും റെഡി ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ആവശ്യത്തിന് അവലെടുക്കുക. പിന്നെ കുറച്ചേ എടുത്തുള്ളൂ, കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാനൊക്കത്തില്ല. ഇതിനകത്തേക്ക് കൊച്ചിക്കോയ ആവശ്യത്തിന് ഒഴിക്കാം. അതിനൊരു ലുബ്ധം കാണിക്കേണ്ട, ടേസ്റ്റ് വരാൻ എന്നാലേ ഒക്കത്തുള്ളൂ. കണ്ടിട്ട് നല്ല പായസം പോലെ ഇരിക്കുന്നു, കഴിച്ചു നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കത് കഴിക്കാമേ. ഇത് കഴിക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും എൻ്റെ ശരിയായിട്ട് ടേസ്റ്റ് അറിയത്തുള്ളൂ. സ്പൂണൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഉപ്പ
നാരങ്ങയുടെയും ഇഞ്ചിയുടെയും ആ ഉള്ളിയുടെയും എല്ലാം കൂടെ ചേർന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാതെ സ്കിപ്പ് ചെയ്യാം, പക്ഷേ അത് ഒറിജിനൽ ടേസ്റ്റ് വരത്തില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഉള്ളിയുടെ ആ ഒരു ഘ്രാണം മുന്നോട്ട് വരുന്നുണ്ട്. ഉള്ളി വേണമെന്ന് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളി ഒന്നിൽ അങ്ങനെ ഞെരടി, അല്ലെങ്കിൽ ഉള്ളി നീരണ്ട. ശരിയായിട്ടുള്ള വീഡിയോക്കകത്ത്, കൊടുവള്ളിക്കാരുടെ വീഡിയോക്കകത്തിൽ ഉള്ളി ഞെരടിച്ച നേരെ എടുത്തേക്കത്. ശരിക്കും സാധാരണ ഉള്ളി പച്ചക്കാരും നമ്മൾ സലാഡ് അതാണ് കഴിക്കാറുണ്ട്. ഇത് ഉള്ളി പച്ചക്ക് തന്നെ ഞെരടി, പഞ്ചസാരയും കൂടെ ഇട്ട് ഞെരടി അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞേക്കുന്നത്. മറ്റു കുഴപ്പമൊന്നുമില്ല. ശരിക്കും നല്ല ഹെൽത്തി ആയിരിക്കും. വ്യത്യസ്തമായൊരു വിഭവമാണ്. ഷുഗറുകാരൊക്കെ ട്രൈ ചെയ്യുമ്പം സൂക്ഷിച്ച് വേണം. മധുരം പഴത്തിന് തന്നെ മധുരം ഉണ്ടെങ്കിൽ ശർക്കര കാണാൻ വെച്ചിട്ട് മധുരം കൂടും. പഞ്ചസാരയ്ക്ക് വേറെ ശർക്കര ഇട്ട് വേണമെങ്കിൽ ഷുഗറുകാർക്ക് അതൊന്ന് കഴിക്കാവുന്നതാണ്. അപ്പം എന്തായാലും നല്ല ഒരു നാടൻ വിഭവമാണിത്. ചുവന്നുള്ളി കടിക്കുന്നതിൻ്റെ ഒരു ഉത്തരമുണ്ട്. അത് ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ ചുവന്നുള്ളി ഇടത്തില്ല, ഇല്ലാതെ ഉണ്ടാക്കുന്നതെന്ന്. നീര് മാത്രം പിഴിഞ്ഞാൽ എന്നാലും ചുവന്നുള്ള കുത്തൽ വരും. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വെളുക്കുന്നതൊക്കെ ഒന്ന് പയ്യനെ എളുപ്പം ഉണ്ടാക്കാനൊക്കെ ഒരു സാധനമാണ്. ഉണ്ടാക്കുമ്പോൾ മിക്സിക്കകത്ത് ഒരു സാധനങ്ങൾ അരച്ചെടുക്കരുത്. കഴിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഞെരടി നല്ലപോലെ അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് എത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇനിയും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇന്നിപ്പോൾ ആർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ല കേട്ടോ. അവർക്ക് നമ്മുടെ ടേസ്റ്റ് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൽ പിള്ളേർക്ക് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഉള്ളി വേണ്ടത്രക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അത് കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. അപ്പം ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.